വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 5ാമത്തെ ചാപ്റ്ററിൻ്റെ 2ാമത്തെ പാർട്ടാവും നിങ്ങളെ നമ്മുടെ ഭൂമി എന്ന് പാടത്ത് കേട്ടോ. നമ്മുടെ ഭൂമി അല്ലെങ്കിൽ അവർ എർത്തിൻ്റെ 2ാമത്തെ പാർട്ടാവും. ഒരെണ്ണം നമ്മൾ ഇട്ടായിരുന്നു, പക്ഷേ അത് കാണാത്തവർക്ക് വേണ്ടി ഞാനത് ഒന്നുകൂടി ഒന്ന് പറയുന്നുണ്ട്. കണ്ടവർ ഒന്നുകൂടെ കണ്ടോ. കുറച്ച് ആദ്യം നമ്മളൊരു കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയില്ലേ, അപ്പോൾ അതിൻ്റെ മലയാളവും ഇംഗ്ലീഷും ഞാൻ ഒന്നുകൂടി ഒന്ന് പറയാം കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി ഇതിനകത്ത് തന്നെ ബാക്കിയുണ്ട്. അതായത് ഫുൾ നോട്ട് ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഒരുവിധമുള്ള ഫുൾ നോട്ടുകളും എഴുതിയിട്ടുണ്ട്. എഴുതിയെടുക്കണേ നിങ്ങളെ. ഒരിക്കലും ക്വസ്റ്റ്യൻ ആൻസറുകൾ നമ്മളിങ്ങനെ പറയുമ്പം അത് ആരുടെയോ ആയിക്കോട്ടെ, കണ്ടത് വെറുതെ നോക്കിയിരിക്കരുത്. നോക്കിയിരുന്നു കഴിഞ്ഞാൽ അത് അന്നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. അതേപോലും ഒരു ബുക്കിലോട്ട് അത് വലുതായിട്ട് കേട്ടോ, കുഞ്ഞതായിട്ട് വല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്. ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പം വലുതായിട്ട് എഴുതിയെടുക്കണം. അത് ഇംഗ്ലീഷ് ആയാലും മലയാളമാണെങ്കിലും നിങ്ങളെ അത് വലുതായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യമേ നിങ്ങൾ അതാണ് പഠിക്കേണ്ടത്, പിന്നാണ് എന്താണെന്ന് പഠിക്കുന്നത് കേട്ടോ. നമ്മൾ എഴുതാനാണ് ആദ്യമേ. ചിലർ കുട്ടികളാണെങ്കിൽ ആൻസറുകളെല്ലാം നല്ല വൃത്തിയായിട്ട് അവർ പഠിച്ചതാണ്, പക്ഷേ എഴുതി വെച്ചേക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പണ്ട് പറയത്തില്ലേ പെറ്റതുള്ള സഹിക്കത്തില്ല, ആ രീതിയിലാണ് എഴുതി വെച്ചേക്കുന്നത്. കാരണം കുനുകുനുകുനായിട്ട് എല്ലാം കടുക് വാരി നിരത്തിയേക്കുന്ന പോലെ എഴുതിയേക്കുന്നത്. അപ്പോൾ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നിങ്ങൾ വലുതായിട്ടും വൃത്തിയായിട്ടും എഴുതാൻ പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം നമുക്ക് പാഠത്തിലോട്ട് കയറാം. അവർ എർത്ത് അല്ലെങ്കിൽ നമ്മുടെ ഭൂമി. നോക്കൂ നിങ്ങളെ, ദ സ്ട്രക്ചർ ഓഫ് ദി എർത്ത്, അതായത് ഭൂമിയുടെ ഘടന. What are the primary information about the interior of the earth? ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ എന്തെല്ലാം? നിങ്ങൾ ഇതങ്ങ് എഴുതിയെടുക്കണേ. ഒന്ന്, ദ ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഡിഫറൻറ്റ് ലെയേഴ്സ്. ഭൂമിയുടെ ഉള്ളറയെ വിവിധ പാളികളായി തിരിച്ചിരിക്കുന്നു. ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഈസ് ദി ക്രസ്റ്റ്. ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം. ദ മാൻഡിൽ ഈസ് ദ ലെയർ ബിലോ ദ ക്രസ്റ്റ്. ഭൂവൽക്കത്തിന് താഴെയുള്ള പാളിയാണ് മാൻഡിൽ. ഇതിൻ്റെ എല്ലാം മലയാളവും ഇംഗ്ലീഷും നോക്കണേ കുഞ്ഞുങ്ങളെ. ക്രസ്റ്റ് എന്ന് വെച്ചാൽ ഭൂവൽക്കം കേട്ടോ. ക്രസ്റ്റ് എന്താണ്? ഭൂവൽക്കം. തിരിഞ്ഞു പോകല്ലേ. മാൻഡിലിന് തന്നെ കേട്ടോ. ഇംഗ്ലീഷും മലയാളവും മാൻഡിലിന് തന്നെ. ലെയർ ബിലോ ദ മാൻഡിൽ. ഇനി മാൻഡിലിനും തൊട്ട് താഴെയായിട്ട് കാണുന്നതിനെ കോറ്. CORE കോറാണ് കേട്ടോ. ക്രോറല്ലേ, കോറെന്ന് വെച്ചാൽ കാമ്പ്. അപ്പോൾ ആ 3 നോക്കണേ. ഇനി ദ കോർ ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോറ്. ഇനി ഈ കാമ്പിനെ അല്ലെ കോറിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പുറം കാമ്പെന്നും അകക്കാമ്പെന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ നിങ്ങളെ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയെടുക്കണേ കേട്ടോ. മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. അടുത്ത നോക്കിക്കേ, നമ്മുടെ വാട്ട് ആർ ദ ഡിഫറൻറ്റ് ലേയേഴ്സ് ഓഫ് ദ എർത്ത്. നമ്മളിപ്പോൾ പറഞ്ഞു വാട്ട് ആർ ദ ഡിഫറൻറ്റ് ലേയേഴ്സ് ഓഫ് ദ എർത്ത്. നമ്മുടെ ഭൂമിയുടെ പാളികൾ നമ്മൾ പറഞ്ഞു. ഭൂമി ഓരോ പാളിയായിട്ട് നിങ്ങളുടെ ടെസ്റ്റിൽ അതെല്ലാം തന്നിട്ടുണ്ട്. ഭൂമിയുടെ പാളികൾ 3 ക്രസ്റ്റ് അല്ലെ, ഭൂവൽക്കം, മാൻഡില്, കോറ് എന്നിങ്ങനെ 3 തിരിച്ചിട്ടുണ്ട്. ക്രസ്റ്റ്, മാൻഡില്, കോറ്. ഭൂവൽക്കം, മാൻഡില്, കാമ്പ്. ഓക്കെ ആണല്ലോ? എഴുതിയെടുക്കണേ. ഇനി അടുത്ത് നോക്കിക്കേ. 3, പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ഇൻറ്റീരിയർ ഓഫ് ദി എർത്ത്. ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിക്കുന്ന വിവരങ്ങളുടെ ഒരു കുറിപ്പ് നിങ്ങൾ തയ്യാറാക്കുക. നോക്കിക്കേ, ദ ടെമ്പറേച്ചർ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ഇൻറ്റീരിയർ ഈസ് അബൌട്ട് 5500 ഡിഗ്രി സെൽഷ്യസ്. ഭൂമിയുടെ ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദ ഡിസ്റ്റൻസ് ഫ്രം ദ സർഫേസ് ടു ദ സെൻറ്റർ ഓഫ് ദ എർത്ത് ഈസ് അബൌട്ട് 6371 കിലോമീറ്റർ ആണ്. അതായത് ഏകദേശം 6371 കിലോമീറ്റർ ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം. ഇതൊക്കെ നമ്മൾ നല്ലപോലെ ഫസ്റ്റ് പാർട്ടി പറഞ്ഞതുകൊണ്ട് ഞാൻ ഒന്ന് ഓടിച്ചിട്ട് പറയുക കേട്ടോ. ദ ഇൻറ്റീരിയർ ഓഫ് ദി എർത്ത് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഡിഫറൻറ്റ് ലെയർ. ദീസ് ആർ ക്രസ്റ്റ്, മാൻഡില്, കോറ്. ഭൂമിയുടെ ഉള്ളറയെ ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ് എന്നിങ്ങനെ വിവിധ പാളികളായിട്ട് തിരിച്ചിരിക്കുന്നു. അപ്പം നമ്മളോട് ചോദിക്കുക ഇൻറ്റീരിയർ ഓഫ് ദ എർത്തിനെ കുറിച്ച് നിങ്ങൾ ഒരു പേജിൽ എഴുതാൻ അല്ലെ പ്രിപ്പയർ ചെയ്യാൻ നോട്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാവുന്ന കാര്യങ്ങളെല്ലാം അങ്ങ് എഴുതിക്കോണം കേട്ടോ. ഇത് മാത്രമല്ല, നിങ്ങളും പഠിക്കുമല്ലോ. ടെസ്റ്റ് ടീച്ചർ പഠിപ്പിക്കുമ്പോൾ നിങ്ങളും കുറേ കാര്യങ്ങൾ പഠിക്കുമല്ലോ. അപ്പോൾ അതും കൂടി ഇതിനകത്തിൽ ആഡ് ചെയ്ത് പഠിച്ചോണം. ഓക്കെ ആണോ നിങ്ങളെ? ആണല്ലോ. അടുത്ത് ഇനി അപ്പോൾ അതിൻ്റെ ഓരോന്നിനെ കുറിച്ച് നമുക്കിനിയും പറയാം. ഒന്നാമത്തെ ആരാന്നാ പറഞ്ഞത്? ദ ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കം. നോക്കിക്കേ, ദ ഔട്ടർ മോസ്റ്റ് ആൻഡ് റിലേറ്റീവ്ലി തിൻ ലെയർ ഓഫ് ദി എർത്ത്. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി താരതമ്യേന നേർത്ത പാളിയാണ്. ഇംഗ്ലീഷ് അതിൻ്റെ കൂടെ തന്നെ മലയാളം ഉണ്ട് കേട്ടോ. ദിസ് ലെയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സോയിൽ റോക്സ്. ഖരരൂപത്തിലുള്ള പാറകളാൽ അല്ലെ, സോയിൽ റോക്ക് പാറകളാൽ നിർമ്മിച്ചിരിക്കുന്നു.
എന്താ? ക്രസ്റ്റ് ആണ്. ദ ക്രസ്റ്റ് ഹാസ് 2 പാർട്സ്, നെയ്മിലി കോണ്ടിനെന്റൽ ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ്. ഈ ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കമെന്നും സമുദ്ര ഭൂവൽക്കമെന്നും 2 ഭാഗങ്ങളുണ്ട്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ക്രസ്റ്റിനെ കുറിച്ചൊരു 3 വരി. ഞാൻ എൻ്റെ നോട്ടിൻ്റെ പ്രത്യേകിച്ച് വളരെ കുറച്ച് നോട്ടേ തരുന്നുള്ളൂ. നിങ്ങൾ ഈ നോട്ട് കണ്ട് പേടിക്കേണ്ട എന്ന് വിചാരിച്ച് എല്ലാത്തിനെ കുറിച്ച് ഒരു 3 വരി വീതം. ഇതിപ്പോൾ നിങ്ങൾ ഇത്രയും തോന്നുന്നത് മലയാളവും ഇംഗ്ലീഷും ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പം മലയാളംകാർ മലയാളം അങ്ങ് എഴുതിയെടുക്കും, ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷും എഴുതിയെടുക്കുമ്പോൾ എന്താ കുറച്ച് ചിരിയെ കാണത്തുള്ളൂ കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പം രണ്ടും എഴുതിയെടുത്താൽ പഠിക്കാൻ എളുപ്പം കേട്ടോ. അതും കൂടെ ഒന്ന് ഓർത്തോണേ. ഇനി അപ്പോൾ ക്രസ്റ്റിനെ കുറിച്ച് കഴിച്ചു. നമ്മുടെ ഭൂമിയുടെ ഓരോ പാളികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. 4ാമത്തെ സെന്റൻസ്, കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഈസ് തിക്കർ ദാൻ ദ ഓഷ്യാനിക് ക്രസ്റ്റ്. ഈ വൻകര ഭൂവൽക്കത്തിന് നമുക്കത് കേൾക്കുമ്പോഴേ അറിയില്ല, വൻകര ഭൂവൽക്കത്തിന് സമുദ്ര ഭൂവൽക്കത്തിനേക്കാൾ കനം കൂടുതലാണ് കേട്ടോ. തിക്കർ എന്ന് വെച്ചാൽ എന്താണ്? കനം. തിക്കല്ലേ, തിക്ക് കൂടുതലാണ് കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്നത് മാൻഡില്. മാൻഡിൽ ഈസ് എ ലെയർ ബിലോ ദ ക്രസ്റ്റ്. ഭൂവൽക്കത്തിന് താഴെയാണ് ആര്? മാൻഡില്. ദിസ് ഈസ് റിലേറ്റീവ്ലി തിക്ക്. ഇത് ഈ പറയുന്ന പോലെ എന്താ? നല്ല കനമുള്ള ഭാഗമാണ്. ഇറ്റ് എക്സ്റ്റെൻഡ് അപ് ടു എബൌട്ട് 2900 കിലോമീറ്റർ. ഇത് മാൻഡിലിൽ നിന്ന് ഏകദേശം എത്ര? 2900 കിലോമീറ്റർ വരെയാണ് നമ്മുടെ മാൻഡില് വ്യാപിച്ച് കിടക്കുന്നത്. ദ പാർട്ട് ഓഫ് ദ എർത്ത് ദാറ്റ് കംപ്രൈസസ് ക്രസ്റ്റ് ആൻഡ് അപ്പർ പാർട്ട് ഓഫ് മാൻഡിൽ ഈസ് കാൾഡ് ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയർ എന്നാൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതിക്കൊണ്ടേ നിങ്ങളെ. ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസർ ഉണ്ട്. അതെല്ലാം ഞാൻ അങ്ങ് ഒഴിവാക്കി, കാരണം ഇതിലുണ്ടല്ലോ. അതുകൊണ്ട് എന്താണ് ലിത്തോസ്ഫിയർ, വാട്ട് ഈസ് ലിത്തോസ്ഫിയർ എന്നൊരു ചോദ്യം ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഇതിലുള്ളത് കൊണ്ട് ഒഴിവാക്കി. അപ്പം നിങ്ങൾ ഇത് പഠിച്ചോണം. ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ഓക്കെ ആണോ നിങ്ങളെ? അടുത്ത നമ്മൾ 3ാമത്തെ എന്താണ്? കോറ്. ക്രോറെന്ന് എഴുതി വെക്കുന്നവരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. കോറ്, CORE, കോറ് മീൻസ് കാമ്പ്. ദ ലെയർ ബിലോ ദ മാൻഡിൽ ഈസ് ദി കോറ്. എല്ലാ ഓർഡറിൽ അങ്ങ് പഠിച്ചാൽ മതി. ഫസ്റ്റ് കോറാണ്, ഫസ്റ്റ് മാൻഡിൽ അല്ലേ. ഫസ്റ്റ് എന്താ പറഞ്ഞില്ലേ? ക്രസ്റ്റിന്റെ തൊട്ട് താഴെ മാൻഡിൽ, അതിനും താഴെയാണ് കാമ്പ്. ദ ലെയർ ബിലോ ദ മാൻഡിൽ ഈസ് ദി കോർ. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ. ദ ഔട്ടർ കോർ ഈസ് ഇൻ എ ലിക്വിഡ് സ്റ്റേറ്റ് വൈൽ ദ ഇന്നർ കോർ ഈസ് എ സോളിഡ്. ഔട്ടർ കോർ എന്താ? ലിക്വിഡ് ഇതായിട്ടും ഇന്നർ കോർ സോളിഡ് സ്റ്റേറ്റുമായിട്ടുമാണ്. ദ കോർ ഈസ് മെയിൻലി മെയ്ഡപ്പ് ഓഫ് എ മെറ്റൽസ് ലൈക്ക് നിക്കൽ, എന്നാണ് നിക്കൽ പറയാൻ അറിയണേ, ആൻഡ് അയൺ ആണ്. ഹെൻസ് ദ കോർ ഈസ് ആൾസോ നോൺ ആസ് നിഫെ. NIFE, നൈഫ് എന്ന് പറയില്ലേ, നിഫെ എന്നാണ് കേട്ടോ. അതായത് മാൻഡിലിന് താഴെയുള്ള ഭാഗമാണ് കാമ്പ് അല്ലേ. കാമ്പിന് പുറം കാമ്പെന്നും അകം കാമ്പെന്നും 2 ഭാഗങ്ങളുണ്ട്. ഈ പുറം കാമ്പ് ദ്രാവക അവസ്ഥയിലും ലിക്വിഡാണ്, അകക്കാമ്പ് ഖരാവസ്ഥ സോളിഡുമാണ്. ഈ കാമ്പ് മുഖ്യമായും നിക്കൽ, ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതാണ്. അതിനാൽ ഇതിനെ നിഫെ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ ആണോ? നിങ്ങൾ എഴുതിയെടുക്കണേ കേട്ടോ. മലയാളവും ഇംഗ്ലീഷും അങ്ങ് എഴുതിയെടുക്കണേ. അടുത്ത നോക്കിയേ, ഭൂമിയുടെ അന്തരീക്ഷം. അത് നിങ്ങളുടെ ടെസ്റ്റിലെ നല്ല രീതിയിൽ തന്നെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വാരി വലിച്ച് എഴുതിയില്ല. വാട്ട് ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് ഗ്യാസ് പ്രസന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ? ഏതാണ് നിങ്ങളെ? അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം. അതൊക്കെ ഒരു മാർക്കിന് ചോദിക്കാൻ പറ്റുന്നതാണ്. ഏതാണ്? വിച്ച് ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് ഗ്യാസ്? നൈട്രജൻ ആണ് കേട്ടോ, നൈട്രജൻ. ഹൗ ഡസ്റ്റ് പാർട്ടിക്കിൾസ് റീച്ച് ദ അറ്റ്മോസ്ഫിയർ? ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ ഉണ്ടാകുന്നത്? അതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏതൊക്കെ മാർഗങ്ങളിലൂടെ? ലിഫ്റ്റഡ് ഫ്രം ദ എർത്ത് ബൈ വിൻഡ് എന്ന് വെച്ചാൽ കാറ്റിലൂടെ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടും. നമ്മുടെ കാറ്റടിക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാ പൊടിപടങ്ങളും മേപ്പോട്ട് പോകത്തില്ലേ, അതാണ്. പിന്നെ കമ്മിങ് ഔട്ട് ഡ്യൂറിങ് ദ വോൾക്കാനിക് ഇറപ്ഷൻ. അഗ്നിപർവ്വതങ്ങൾ, വോൾക്കാനിക് ഇറപ്ഷൻ എന്ന് വെച്ചാൽ അഗ്നിപർവ്വതങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു? പുറത്തു വരുന്നു. പിന്നെ ഉൽക്കകൾ കത്തുന്നതിലൂടെ ചാരമുണ്ടാകുന്നു. ആഷ് എന്ന് വെച്ചാൽ ചാരമാണ്. പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ബേണിംഗ് ഓഫ് മെട്രോഡ്സ്. പിന്നെ പ്ലാന്റ്സിന്റെ പോളൻസ് എന്ന് വെച്ചാൽ സസ്യപരാഗണങ്ങൾ. ഇതെല്ലാം എന്താണ്? നമ്മുടെ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. എഴുതണേ കുഞ്ഞുങ്ങളെ, മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. അടുത്ത 6ാമത്തെ, ഹൗ അറ്റ്മോസ്ഫിയർ ഹെൽപ്പ് ഇൻ ദ സർവൈവൽ ഓഫ് ലൈഫ് ഓൺ എർത്ത്? ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അന്തരീക്ഷം എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു? നോക്കൂ കുഞ്ഞുങ്ങളെ, ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അന്തരീക്ഷം എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു?
കോസസ് അറ്റ്മോസ്ഫിയറിക് ഫിനോമിന, പ്രൊട്ടക്റ്റ് ഫ്രം ഹാംഫുൾ സൺറൈസ്, പ്രൊവൈഡ്സ് ഓക്സിജൻസ് ടു ലിവിങ് ഓർഗാനിസം. വായിക്കാൻ അറിയണേ. കോസസ് അറ്റ്മോസ്ഫിയറിക് ഫിനോമിന. ഫിനോമിന എന്ന് വെച്ചാൽ എന്താ? ഫിലോമിന അല്ല, ഫിനോമിന എന്ന് വെച്ചാൽ പ്രതിഭാസം എന്നാണ് കേട്ടോ. പ്രൊട്ടക്റ്റ് ഫ്രം ഹാംഫുൾ സൺറൈസ്, പ്രൊവൈഡ്സ് ഓക്സിജൻസ് ടു ലിവിങ് ഓർഗാനിസം. എഴുതണേ കുഞ്ഞുങ്ങൾ കേട്ടോ. അതിൻ്റെ മലയാളം എന്താണ്? അതായത് ഭൂമിയിലെ ചൂടും തണുപ്പും ക്രമീകരിച്ച് മഴ സാധ്യമാക്കുന്നുണ്ട്, ജീവജാലങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ അത് പ്രദാനം ചെയ്യുന്നുണ്ട്, ഹാനികരമായ സൂര്യരശ്മികളിൽ നിന്നും സംരക്ഷിക്കുന്നുണ്ട്, ഭൂമിയെ ഒരു ഗ്രഹമായിട്ട് നിലനിർത്തുന്നു. ഇതൊക്കെയാണ് മലയാളത്തിൻ്റെ ആൻസർ. ക്വസ്റ്റ്യൻ മലയാളം ഇംഗ്ലീഷും അതിൻ്റെതായ രീതി എഴുതിയെടുക്കണേ. ഇനി നോക്കിക്കേ, ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. നമ്മൾ ഇച്ചിരി സ്പീഡാണ്, അതെന്തുകൊണ്ടാണെന്ന് അറിയാലോ. എ പാർട്ട് ഫ്രം ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്, what are the other gases present in the atmosphere? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നീ വാതകങ്ങളെ കൂടാതെ മറ്റേതൊക്കെ വാതകങ്ങളാണ് നമ്മുടെ അന്തരീക്ഷത്തിലുള്ളത്? അത് നിങ്ങളുടെ പുസ്തകത്തിലും കിടപ്പുണ്ട് കേട്ടോ, അത് പഠിക്കണേ നിങ്ങളെ. നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നമ്മൾ പറഞ്ഞു നൈട്രജൻ ആണ് അല്ലേ. എത്ര നോക്കി? 78%. നൈട്രജൻ എത്ര? ഈ വാതകങ്ങളുടെയൊക്കെ പേരെഴുതാൻ പഠിക്കണം ആദ്യമേ കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളുടെ അല്ലെങ്കിൽ ഗ്യാസ്, ഏതൊക്കെ ഗ്യാസ് ഉണ്ടോ അതിൻ്റെ എല്ലാം പേരെഴുതാൻ പഠിക്കണം. സ്പെല്ലിംഗ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്, പഠിക്കണേ. നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓസോൺ, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോണ്, ഹൈഡ്രജന്, സിനോൺ. പേരോർത്തോണേ നിങ്ങളെ. അറിയാമെങ്കിൽ ഒന്നുകൂടെ ബാക്ക് അടിച്ചേ. അപ്പോൾ ഇതിൻ്റെ എല്ലാം പെർസെൻറ്റേജും കുഴപ്പമുണ്ട്. പ്രധാനമായിട്ടും നൈട്രജൻ 78%, ഓക്സിജൻ 21%, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് 0.03, അതും അറിയണം കേട്ടോ. ബാക്കിയുള്ളതൊക്കെ റഫായിട്ടൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. പ്രധാനപ്പെട്ട ആ 3-4 പഠിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ. വാതകങ്ങളുടെ പേര് നല്ലപോലെ അറിയണേ. അടുത്തത് നോക്കിക്കേ. റൈറ്റ് ഡൗൺ ഹൗ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഹെൽപ്പ് ടു സസ്റ്റെയിൻ ലൈഫ് ഓൺ ദ എർത്ത്. അതായത് ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ താഴെ പറയുന്ന ഓരോ ഘടകവും എങ്ങനെയെല്ലാം സഹായകമാകുന്നു? നമ്മുടെ ഭൂമിയിൽ ജീവൻ വേണമെങ്കിൽ എന്തെല്ലാം ഘടകങ്ങൾ വേണം? 1 അന്തരീക്ഷ വായു, അറ്റ്മോസ്ഫിയറിക് എയർ. എന്താണ്? ചിലപ്പോൾ അത് തന്നെ ഒരു 4 മാർക്കിന് നിങ്ങളോട് ചോദിക്കാം. എന്താണ് ഈ അറ്റ്മോസ്ഫിയറിക് എയർ അല്ലെ അന്തരീക്ഷ വായു? ഇത്രയും നോട്ട് പഠിക്കണോ എന്ന് ചിലപ്പോൾ ചില കുട്ടികൾക്ക് തോന്നൂല്ലേ. പഠിക്കണം കുഞ്ഞുങ്ങളെ. ഇപ്പം നിങ്ങൾ എത്രയിലായി? 7-ലായില്ലേ. ഇനി അങ്ങോട്ട് നല്ല പോയിന്റ്, നല്ല കണ്ടന്റുള്ള പോയിന്റുകൾ എഴുതിയെങ്കിൽ മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇതുവരെ എന്തെങ്കിലുമൊക്കെ എഴുതിയാൽ മതിയായിരുന്നു, പക്ഷേ നല്ല പോയിന്റുകൾ എഴുതണം. നോക്കിക്കേ. നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആർ ദ മോസ്റ്റ് അബണ്ടന്റ് ഗ്യാസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള 3 വാതകങ്ങളാണ് ഏതാ? നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ആൾ ദീസ് എസെൻഷ്യൽ ഗ്യാസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി സപ്പോർട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ വാതകങ്ങളെ അത് നേരിട്ടോ അല്ലാതെയോ നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് നമുക്ക് ആവശ്യമല്ലേ. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ നമുക്ക് വേണ്ടുന്ന അല്ലേ. പിന്നോ പ്ലാന്റ്സ് യൂസ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോർ ഫോട്ടോസിന്തസിസ്. ഇനി നമ്മുടെ ഫോട്ടോസിന്തസിസിന്, അതായത് പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉപയോഗിക്കുന്നത്. ഗ്യാസ് നോക്കിയോ നിങ്ങളെ, GAC ഗ്യാസ് ആണ്, പക്ഷേ OUS ഇടുമ്പോൾ ഗേഷ്യസ് എന്ന് വേണം പറയാം കേട്ടോ. ഗേഷ്യസ് nitrogen in the atmosphere is converted to nitrate by certain bacteria in the soil. നമ്മുടെ അന്തരീക്ഷത്തിൽ മാദക രൂപത്തിലുള്ള നൈട്രജനെ മണ്ണിലെ ചില ബാക്ടീരിയകളുമായിട്ട് പ്രവർത്തിച്ച് നൈട്രേറ്റുകളായിട്ട് മാറുന്നു. ഇത് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ്. നൈട്രേറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ പ്ലാന്റ് ഗ്രോത്ത്. പ്ലാന്റ് വളരാൻ ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് നൈട്രേറ്റ്. ഓക്സിജൻ ഈസ് എ ഗ്യാസ് ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഹ്യൂമൻ ആൻഡ് അതർ ആനിമൽസ് ലൈഫ്. അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും നിലനിൽക്കണമെങ്കിൽ ആര് വേണം? ഓക്സിജൻ വേണം. അപ്പോൾ അതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട പോയിന്റുകളല്ലേ. അപ്പോൾ നമ്മുടെ അന്തരീക്ഷ വായുവിനെ കുറിച്ചാണ്. അന്തരീക്ഷത്തിൽ പ്രധാനപ്പെട്ട 3 വാതകങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാ? നൈട്രജന്, ഓക്സിജന്, കാർബൺ ഡൈ ഓക്സൈഡ്. അതിൽ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലപോലെ അറിയാവുന്ന അല്ലേ. നമുക്ക് ശ്വസിക്കാൻ ഓക്സിജൻ വേണം, പ്ലാന്റ്സിന് കാർബൺ ഡൈ ഓക്സൈഡ് വേണം. ഇത് തങ്ങളിലല്ലേ, നമ്മളും പ്ലാന്റ്സും തങ്ങളിലൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മ്യൂച്വൽ അഗ്രിമെൻറ്റിലല്ലേ ജീവിക്കുന്നത് അല്ലേ. അങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് വാങ്ങുന്നു അല്ലേ. അപ്പോൾ അത് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ മലയാളം നോക്കൂ നിങ്ങളെ. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകങ്ങളാണ് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഈ വാതകങ്ങൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ, അതായത്
നേരിട്ടോ അല്ലാതെയോ ജീവന്റെ നിലനിൽപ്പിന് സഹായകമാകുന്നു. പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് ഉപയോഗിക്കുന്നത്. അന്തരീക്ഷത്തിൽ വാതക രൂപത്തിലുള്ള നൈട്രജൻ മണ്ണിലെ ചില ബാക്ടീരിയകളുമായി പ്രവർത്തിച്ച് നൈട്രേറ്റുകളായിട്ട് മാറുന്നു. ഇത് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും ജീവൻ നിലനിർത്താൻ എന്ത് വേണം? ഓക്സിജൻ വേണം. ഓക്കെ ആണല്ലോ, എഴുതിയെടുക്കുമല്ലോ. അടുത്ത നോക്കുഞ്ഞുങ്ങളെ, വാട്ടർ പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഇനി നമ്മുടെ എയർ മാത്രം മതിയോ? അല്ല, വെള്ളവും അല്ലേ, ജലാംശം ആവശ്യമാണ്. നോക്കിക്കേ, ദ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ക്ലോസ് ടു ദി എർത്ത് കണ്ടെയ്ൻസ് വെരി ഹൈ എമൗണ്ട് ഓഫ് വാട്ടർ മോളിക്യൂൾസ്. ഭൂമിയോട് ചേർന്ന അന്തരീക്ഷ ഭാഗങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ ജല തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു. വാട്ടർ റീച്ചസ് ദ അറ്റ്മോസ്ഫിയർ ത്രൂ ഇവാപ്പറേഷൻസ് എന്ന് വെച്ചാൽ എന്താ? ബാഷ്പീകരണ പ്രക്രിയയിലൂടെയാണ് ജലം നീരാവിയായിട്ട് അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നത്. റേറ്റ് ഓഫ് ഇവാപ്പറേഷൻസ് വിൽ ബി ഹൈ അറ്റ് place experiencing higher temperature, so the water content in such a place will be higher. അതുപോലെ part of the atmosphere near oceans, river and water bodies have a higher water content. എന്താ അത്? ആ 4 പോയിന്റ് തന്നെ എഴുതിയെടുക്കണം. അതിൻ്റെ മലയാളമാണ്, ഭൂമിയോട് ചേർന്ന അന്തരീക്ഷ ഭാഗങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ ജലതന്മാത്രകൾ നമ്മൾ അടങ്ങിയിരിക്കുന്നുണ്ട് അല്ലേ. ബാഷ്പീകരണ പ്രക്രിയയിലൂടെയാണ് ജലം നീരാവിയായിട്ട് അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നത്. ഉയർന്ന താപനില അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു? ബാഷ്പീകരണ നിരക്ക് ഉയർന്നതായിരിക്കും. അതിനാൽ അത്തരം സ്ഥലങ്ങളിൽ ജലാംശം കൂടുതലായിരിക്കും. സമുദ്രങ്ങൾ, നദികൾ, ജലാശയങ്ങൾ എന്നിവയോടുള്ള എന്നിവയുടെ അടുത്തുള്ള അന്തരീക്ഷ ഭാഗങ്ങളിൽ ജലാംശങ്ങൾ കൂടുതലായിരിക്കും. അതും ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. ടെസ്റ്റിനകത്തിൽ തന്നിട്ടുണ്ട്, എന്നാലും ഞാൻ അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് റിപ്പീറ്റ് ചെയ്തതാണ്. നോക്കിക്കേ, അടുത്ത ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളെ കുറിച്ച്. അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് നിങ്ങൾ ഈ പൊടിപടലങ്ങൾ ഉണ്ടാകുന്നത്? നോക്കിക്കേ, എ പാർട്ട് ഫ്രം ഗ്യാസ് ആൻഡ് വാട്ടർ മോളിക്യൂൾസ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആർ ആൾസോ എ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആർ യൂഷ്വലി ഫൗണ്ട് ഇൻ ദ അറ്റ്മോസ്ഫിയർ നിയർ ദ എർത്ത് സർഫസ്. വാട്ടർ വേപ്പർ കണ്ടൻസ് എറൗണ്ട് ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ടു ഫോം ക്ലൗഡ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ ഖനീകരണ പ്രക്രിയ ത്വരിതപ്പെടുത്തുന്നു. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ചാണ് മേഘങ്ങൾ രൂപപ്പെടുന്നത് അല്ലേ. മേഘങ്ങൾ ഉണ്ടാകുന്നതൊക്കെ നമ്മൾ കുഞ്ഞിലെ മുതലേ പഠിക്കുന്നതാണ്. എന്നാൽ ഇതുകൊണ്ടാണ് ഇത് മഴയ്ക്ക് കാരണമാകുന്നു. ഇങ്ങനെ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ മഴയുണ്ടാകുന്നതിന് കാരണമാകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ ആണല്ലോ. ഇനി അപ്പം ഇത്രയായിരുന്നു നമ്മൾ കഴിഞ്ഞ ലിങ്കിലിട്ടത്. ഇനി അടുത്ത് നോക്കിക്കേ, എങ്ങനെയാണ് അന്തരീക്ഷം മലിനമാകുന്നത് എന്നാ പറയുന്നത്. അന്തരീക്ഷം എങ്ങനെയാണ് ഈ മലിനമാകുന്നത് അറിയാമോ? നമ്മൾ തന്നെയാണ് മലിനമാക്കുന്നത് അല്ലേ. എങ്ങനെയാണ് അന്തരീക്ഷം മലിനമാകുന്നത്? വാഹനങ്ങൾ പുറത്തുവിടുന്ന പുക അല്ലേ, വ്യവസായശാലകൾ പുറത്തുവിടുന്ന പുക, നിർമ്മാണ പ്രവർത്തനങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, പടക്കങ്ങൾ കത്തിക്കുന്നതിലൂടെയൊക്കെയാണ് നമ്മുടെ അന്തരീക്ഷം മലിനമാക്കുന്നത്. എങ്ങനെ കുഞ്ഞുങ്ങളെ? അതായത് ഹൗ ഡസ് ദ അറ്റ്മോസ്ഫിയർ ഗെറ്റ് പൊല്യൂട്ടഡ്? ഇംഗ്ലീഷുകാർക്ക് എങ്ങനെയാണ് ഇത് പൊല്യൂട്ടഡ് ആവുന്നത്? ഓക്കെ, സ്മോക്ക് എമിറ്റഡ് ബൈ വെഹിക്കിൾസ്, സ്മോക്ക് എമിറ്റഡ് ബൈ ഇൻഡസ്ട്രീസ്, കൺസ്ട്രക്ഷൻസ് ആക്ടിവിറ്റീസ്, വോൾക്കാനിക് ഇറപ്ഷൻസ്, ബൈ ബേസ്റ്റിംഗ് ഫയർ ക്രാക്കേഴ്സ്, പടക്കം പൊട്ടിക്കുന്നതിലൂടെയൊക്കെ എന്താണ് നമ്മുടെ അന്തരീക്ഷത്തെ മലിനമാക്കുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു 4 പോയിന്റ് എഴുതാൻ. അത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഡസ് ദ അറ്റ്മോസ്ഫിയർ ഗെറ്റ് പൊല്യൂട്ടഡ്? എഴുതാമല്ലോ. നോക്കിക്കേ, വാട്ട് ക്യാൻ വി ഡു ടു റെഡ്യൂസ് അറ്റ്മോസ്ഫിയർ പൊല്യൂഷൻസ്? വാട്ട് ക്യാൻ വി ഡു ടു റെഡ്യൂസ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻസ് എന്ന് വെച്ചാൽ എന്താ? അന്തരീക്ഷ മലിനീകരണം ഒഴിവാക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഈ മലിനീകരണം ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? റെഡ്യൂസ് ദ യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽ, ബി കെയർഫുൾ നോട്ട് ടു സ്പ്രെഡ് സ്മോക്ക് ആൻഡ് ഡസ്റ്റ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. എന്ന് വെച്ചാൽ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗങ്ങളെല്ലാം കുറയ്ക്കുക, അന്തരീക്ഷത്തിലേക്കുള്ള പൊടിയും പുകയും പടരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നത് 2 പോയിന്റാണ് എഴുതിയേക്കുന്നത് കേട്ടോ. അന്തരീക്ഷ മലിനീകരണത്തെ ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് വെറും 2 പോയിന്റേ ഉള്ളൂ. അതെങ്കിലും പഠിക്കണേ. ഓക്കെ, ഇനി നമുക്ക് പ്രധാനപ്പെട്ടതിലോട്ട് കയറാം. എല്ലാം പ്രധാനപ്പെട്ടാണ്, എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട ഇനിയാണ് എടുത്തെടുത്ത് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ, അതായത് നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ഘടന. അതിലെന്താ? ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. നമ്മുടെ ഈ അന്തരീക്ഷത്തിന് ഓരോ പാളികളുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ പുസ്തകത്തിലെല്ലാം ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതിനെക്കുറിച്ചാണ്. ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ എന്താ? അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ അന്തരീക്ഷ, ലെയർ എന്ന് വെച്ചാൽ പാളി. എന്താണ് ഈ അന്തരീക്ഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തോ പറയും? അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ എന്താ? അറ്റ്മോസ്ഫിയർ
പറയാനറിയാമോ? ഇവാപ്പറേഷന്, അറ്റ്മോസ്ഫിയർ ഒക്കെ ഈ പാഠത്തിലുള്ളതാണ് കേട്ടോ. അതൊക്കെ അറിഞ്ഞിരിക്കണേ കേട്ടോ. അത് എന്താ വെച്ചാൽ ഞാൻ ലാസ്റ്റിൽ ഇതിനെക്കുറിച്ച് പറയാം. അതായത് ദിസ് ഗ്യാസസ് ബ്ലാങ്കറ്റ് ഓഫ് ദ കവർ ദ എർത്ത് അല്ലേ. അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഭൂമിയുടെ കവർ ഓഫ് ദ എർത്ത്, ബ്ലാങ്കറ്റ് അല്ലേ, പുതപ്പ് എന്ന് പറയും, നമ്മുടെ ഭൂമിയുടെ പുതപ്പ് അല്ലേ. ദ ഗ്യാഷ്യസ് ബ്ലാങ്കറ്റ് ദാറ്റ് കവേഴ്സ് ദ എർത്ത് ഈസ് നോൺ ആസ് അറ്റ്മോസ്ഫിയർ കേട്ടോ. നോക്കിക്കേ, അപ്പം നമുക്കിവിടെ പറയുന്നത് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ആണ്. ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ ഒന്ന് ട്രോപ്പോസ്ഫിയർ, പറയാനറിയണേ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ, പറയാനറിയണേ കുഞ്ഞുങ്ങളെ. അതായത് ഇത് ഘട്ടം ഘട്ടമായിട്ടാണ്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്നറിയോ, ഇത് ടെസ്റ്റിൽ ഓൾറെഡി ഇതിൻ്റെ നോട്ടുണ്ട് കേട്ടോ. ടെസ്റ്റിൽ ഓൾറെഡി ഇതിൻ്റെ നോട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പിന്നെ ആ നോട്ട് പഠിച്ചിട്ട് ഞാൻ ഈ തന്ന ഒരു 3-4 സെൻറ്റൻസ് വീതം ഞാൻ തരുന്നുണ്ട്. അപ്പം നിങ്ങളത് എന്ത് ചെയ്യുക? അത് അറിയാമെങ്കിൽ അത് എഴുതുക, അതല്ല അത് അറിയാൻ വയ്യാത്തവർക്ക് ഇത് എഴുതുക കേട്ടോ. നോക്കിക്കേ, ഒന്നാമത് എന്ന് വെച്ചാൽ 5 എണ്ണം ഉണ്ടെന്നാണ്. ക്രമമായ താപനഷ്ട നിരക്ക്, അല്ലെങ്കിൽ ഇതൊരു 3 മാർക്കിൻ്റെ ചോദ്യം കേട്ടോ. നോർമൽ ലാപ്സ് റേറ്റ് എന്നാൽ എന്താ നിങ്ങളെ 2 മാർക്കിനെങ്കിലും ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ്. എന്താണ് നോർമൽ ലാപ്സ് റേറ്റ്? ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് troposphere is that the temperature of the atmosphere decreases at the rate of 1 degree Celsius for every 165 meter from the surface of the earth. This is called normal lapse rate. എന്ന് വെച്ചാൽ ട്രോപ്പോസ്ഫിയറിൽ, ഭൗമ ഉപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിലും എന്ന് വെച്ചാൽ മേപ്പോട്ട് പോകുമ്പോൾ 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷത്തിൻ്റെ താപനില കുറയും. ഇതിനെയാണ് നമ്മൾ ക്രമമായ താപനഷ്ട നിരക്ക് ലാപ്സ് ആണ് അല്ലേ, നഷ്ടനിരക്ക്. ഓക്കെ ആണോ നിങ്ങൾ? എൻ്റെ മലയാളം ഇംഗ്ലീഷ് എഴുതിയെടുക്കണേ. ഇനി വൈ ദ ട്രോപ്പോസ്ഫിയർ ഈസ് കാൾഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ എന്താ പറഞ്ഞാൽ ട്രോപ്പോസ്ഫിയറിനെ അന്തരീക്ഷത്തിലെ ഏറ്റവും പ്രധാന പാളി എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മുടെ ട്രോപ്പോസ്ഫിയറിനെ ഈ അന്തരീക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാളി എന്ന് വെച്ചാൽ എന്താ? ഇമ്പോർട്ടൻ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ഇറ്റ് ഈസ് ദ ലോവർ മോസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് water vapor are the most abundant in this layer. Atmospheric phenomena such as cloud formation, rain, snow, wind, etc. occurs in this layer. ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് മോസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള പാളിയാണ് നമ്മുടെ ട്രോപ്പോസ്ഫിയർ കേട്ടോ. ഓരോന്ന് പഠിക്കുമ്പോഴും അതിൻ്റെ മനസ്സിലാക്കി പഠിക്കണേ. നമ്മുടെ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഇവിടെ പൊടിപടലങ്ങളും ജലബാഷ്പം എന്ന് വെച്ചാൽ ജലതുള്ളികളും ഏറ്റവും കൂടുതൽ ഈ പാളിയിലാണ് കാണപ്പെടുന്നത്. പിന്നെ മേഘങ്ങൾ ഉണ്ടാകുമല്ലോ, മേഘങ്ങൾ ഉണ്ടാകുന്നതും മഴ പെയ്യുന്നതും മഞ്ഞ്, കാറ്റ് തുടങ്ങി അന്തരീക്ഷത്തിൻ്റെ എല്ലാ ഫിനോമിന എന്ന് വെച്ചാൽ പ്രതിഭാസങ്ങളും സംഭവിക്കുന്നത് നമ്മുടെ ട്രോപ്പോസ്ഫിയറിൽ വെച്ചാണ്. ഓക്കെ ആണോ നിങ്ങളെ? ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് ചോദിച്ചാൽ ഏതുറക്കത്തിൽ ചോദിച്ചാലും പറയുമോ? എന്തുവാ? ഇച്ചിരി കഴിഞ്ഞ് എഴുന്നേക്കാവുന്നല്ലേ, അങ്ങനെയല്ലേ പറയുന്നത്? ഉറക്കത്തിൽ വിളിക്കുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ പറയുന്നത്. പക്ഷേ ഇത് പറയണേ, അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ്. പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ ഈ പാളിയിലാണുള്ളത്. മേഘരൂപീകരണം എന്ന് വെച്ചാൽ മേഘമുണ്ടാകുന്നത്, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നത് ഈ പാളിയിലാണ്. എൻ്റെ ഇംഗ്ലീഷ് മലയാളം എഴുതിയെടുക്കണേ. അടുത്തത്, വൈ ദ ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻസ് ലൈക്ക് ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ എക്സെട്ര ഫീൽ കോൾഡ്. നമ്മൾ പറയുന്ന ഊട്ടി, കൊടൈക്കനാൽ അല്ലെ മൂന്നാർ തുടങ്ങി ഉയർന്ന പ്രദേശങ്ങളിൽ തണുപ്പ് അനുഭവിക്കാൻ കാരണം ഈ പ്രദേശങ്ങളിലൊക്കെ കൂടുതൽ തണുപ്പ് വരാൻ കാര്യം എന്താ? ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ എക്സെട്ര ആർ ഹയർ ഏരിയാസ് ദാൻ ദ സീ ലെവൽ. These places are located in the upper part of the troposphere. In the troposphere, temperature 1 degree Celsius of every 165 meter of altitude. This is why these regions experience relatively low temperature. എന്ന് വെച്ചാൽ നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്ന പ്രദേശമാണ്, സമുദ്രത്തിൻ്റെ സീ ലെവലിൽ നിന്നും ഉയർന്ന പ്രദേശമാണ് ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ അല്ലേ. അതിനാൽ ഇവ സ്ഥിതി ചെയ്യുന്നത് ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയർന്ന സ്ഥലങ്ങൾ
സ്ഥലങ്ങളിലാണ്. ട്രോപ്പോസ്ഫിയറിൽ ക്രമമായ താപനഷ്ട നിരക്ക് മൂലം ഉയരം കൂടുന്നതിനനുസരിച്ച് താപം കുറഞ്ഞു വരുന്നു. അതിനാലാണ് ഈ പ്രദേശങ്ങളിൽ കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത്. വല്ലോ മനസ്സിലായോ കുഞ്ഞുങ്ങളെ? അതായത് എനിക്ക് കുഞ്ഞുങ്ങളെ ഒരു കോള് വരുന്നേ, ഒന്നുകൂടെ പറയാൻ നോക്കിക്കേ. നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്ന പ്രദേശമാണ് ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ അല്ലേ? അപ്പോൾ അവിടെ എന്താ, അതിനാൽ ട്രോപ്പോസ്ഫിയറിൽ ഇതെല്ലാം ഉയർന്ന സ്ഥലങ്ങളിലാണ് അല്ലേ? അതിനാൽ ഇവ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയർന്ന സ്ഥലങ്ങളിലാണ്. ട്രോപ്പോസ്ഫിയറിലെ ക്രമമായ താപനഷ്ട നിരക്ക് മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ, ഇതുമൂലം ഉയരം കൂടുന്നതിനനുസരിച്ച് താപം കുറഞ്ഞു വരുന്നു എന്ന് ഓർത്താൽ മതി. ഉയരം കൂടുമ്പോൾ താപം കുറഞ്ഞു വരുന്നു. താപം എന്ന് വെച്ചാൽ ചൂടാട്ടോ, കുറഞ്ഞു വരുന്നു. അതിനാൽ ഈ പ്രദേശങ്ങളിൽ എന്താ, കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നു. അപ്പോഴാണ് അവിടെ തണുപ്പുണ്ടാകുന്നത് കേട്ടോ. ഇനി വാട്ട് ഹാം ഡസ് അൾട്രാവയലറ്റ് റേസ് കോസസ് ഓൺ ദ എർത്ത്? അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിൽ എന്തെല്ലാം ദോഷങ്ങൾ ഉണ്ടാക്കുന്നു? അതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. അൾട്രാവയലറ്റ് രശ്മിയെക്കുറിച്ച് എന്തെല്ലാം ചെയ്യുന്നുണ്ട്? കൊളാപ്സ് ഓഫ് ദ ഫുഡ് ചെയിന്, ആഹാര ശൃംഖലയുടെ തകർച്ചയുണ്ടാക്കുന്നു. ക്രോപ്സ് ഡാമേജ്, കൃഷിക്ക് നാശം സംഭവിക്കുന്നു. ബ്ലൈൻഡ്നെസ്, കാറ്ററാക്റ്റ് എന്ന് വെച്ചാൽ തിമിരം, ബ്ലൈൻഡ്നെസ് എന്ന് വെച്ചാൽ അന്ധത. പിന്നെ സ്കിൻ ക്യാൻസർ, ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ. പിന്നെ സസ്യങ്ങളുടെ വളർച്ച മുരടിക്കൽ. ഇതെല്ലാം ഈ അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിൽ അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദോഷങ്ങളാണ്. അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ ഭൂമിയിൽ അടിക്കുമ്പോൾ എന്തെല്ലാം കുഴപ്പങ്ങളാണ് ഉണ്ടാകുന്നത്? കൊളാപ്സ് ഓഫ് ദ ഫുഡ് ചെയിൻ ആണ് കേട്ടോ. ക്രോപ്പ് ഡാമേജ്, ബ്ലൈൻഡ്നെസ്, കാറ്ററാക്ട്സ്, സ്കിൻ ക്യാൻസർ എന്നിവയൊക്കെയാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയറിക് ലെയർ. ഇനി നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, ഇത് എന്താ എത്ര എണ്ണമായിട്ട് 6 അല്ലേ കുഞ്ഞുങ്ങളെ? എത്ര 6 തോന്നുന്നു അല്ലേ? അപ്പോൾ അതിനെ ഓരോന്നിനെ കുറിച്ച് ഞാൻ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം എളുപ്പം ഒന്ന് വായിക്കാം. നിങ്ങൾ അത് പഠിക്കാമെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മാർഗ്ഗം മേടിക്കുന്നു. ഓക്കെ, അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ. പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ ഈ പാളിയിലാണ്. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങി അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നത് ഈ പാളിയിലാണ്. നാം അധിവസിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. മാനവരാശിയുടെ ഭവനം എന്നും ട്രോപ്പോസ്ഫിയറിനെ അറിയപ്പെടുന്നു. എങ്ങനെയുണ്ട്? നല്ല 5 പോയിന്റ് അല്ലേ? അപ്പോൾ മലയാളം മീഡിയക്കാർ ആ 5 പോയിന്റ് എഴുതിയാലും മതി കേട്ടോ. നല്ല 5 പോയിന്റുകളാണ് കേട്ടോ. എന്തൊക്കെയാണ് ഇവിടെ? അതായത് ഇംഗ്ലീഷുകാരെ, ഇറ്റ് ഈസ് ദ ലോവർ മോസ്റ്റ് ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ. ഡസ്റ്റ് പാർട്ടിക്കിൾസ്, വാട്ടർ വേപ്പർ ആർ മോസ്റ്റ് അബണ്ടന്റ് ഇൻ ദിസ് ലെയർ. അറ്റ്മോസ്ഫിയർ ഫിനോമിന സച്ച് as ക്ലൗഡ് ഫോർമേഷൻ, റെയിൻ, സ്നോ, വിൻഡ് occur in this layer. The troposphere is the atmosphere we live in. അതുപോലെ ഇറ്റ് ഈസ് നോൺ ആസ് ദ ഹോം ഓഫ് മാൻ കൈൻഡ് എന്നും അറിയപ്പെടുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 5 പോയിന്റ് അത് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് പഠിച്ചെങ്കിൽ ഓക്കെ. എനിക്ക് തോന്നുന്നു അത് പഠിക്കാത്തവരെ, ഇതുവരെയും പഠിക്കാത്തവർക്ക് ഈ മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും ഈ 5 പോയിന്റ് പഠിച്ചാലും മതി കേട്ടോ. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ഒക്കെ സ്ട്രാറ്റോസ്ഫിയർ. പറയാൻ അറിയണേ നിങ്ങളെ? സ്ട്രാറ്റോസ്ഫിയർ നോക്കിയേ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. സ്ട്രാറ്റോസ്ഫിയറിൽ വായുവിൻ്റെ ചലനം തിരശ്ചീനമാണ്, ഹൊറിസോണ്ടലാണ്. അതുകൊണ്ട് ജെറ്റ് വിമാനം കണ്ടിട്ടുണ്ടല്ലോ, ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ സഞ്ചാരത്തിന് അനുയോജ്യമായ മണ്ഡലമാണ്. ഈ ജെറ്റ് വിമാനമൊക്കെ പോകാൻ അനുയോജ്യമായ മണ്ഡലം ഏതാണ്? നമ്മുടെ സ്ട്രാറ്റോസ്ഫിയർ ആണ് കേട്ടോ. ഇനി ആ വിമാനമൊക്കെ പോകുമ്പോൾ നിങ്ങളത് ഓർത്തോണേ. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന രേഖയാണ് ട്രോപ്പോപാസ്. ഇനി എല്ലാത്തിനെയും വേർതിരിക്കുന്ന ഒരു രേഖ കാണും, എല്ലാം പഠിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ട്രോപ്പോസ്ഫിയറിന് മാത്രമേ ഉള്ളൂ തോന്നുന്നു അതില്ലാത്ത. ബാക്കിയുള്ള എല്ലാത്തിനും എന്താണ്? സ്ട്രാറ്റോസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിൻ്റെയും കൂടെ ഇടയ്ക്ക് വേർതിരിക്കുന്നതാണ് ട്രോപ്പോപാസ് അല്ലേ? ഒന്നായല്ലോ, സ്ട്രാറ്റോസ്ഫിയർ ആണേ പഠിക്കുന്നത്. നോക്കി അതിൻ്റെ ഇംഗ്ലീഷ് നോക്കൂ നിങ്ങളെ. ദ ഓസോൺ ലെയർ ഈസ് ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ. ദ മൂവ്മെന്റ് ഓഫ് എയർ ഈസ് ദ സ്ട്രാറ്റോസ്ഫിയർ ഈസ് ഹൊറിസോണ്ടൽ. ഫോർ ദീസ് റീസൺസ് ദ സ്ട്രാറ്റോസ്ഫിയർ ഈസ് എ സ്യൂട്ടബിൾ റീജിയൻസ് ഫോർ ദ മൂവ്മെന്റ് ഓഫ് എയർക്രാഫ്റ്റ് ഇൻക്ലൂഡിങ് ജെറ്റ് എയർക്രാഫ്റ്റ്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ അതിൻ്റെ ഇംഗ്ലീഷ് ആട്ടോ. ദ ട്രോപ്പോപാസ് ഈസ് ദ ലൈൻ ദാറ്റ് സെപ്പറേറ്റ് ട്രോപ്പോസ്ഫിയർ ഫ്രം ദ സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് ട്രോപ്പോസ്ഫിയറിൻ്റെ ഇടയ്ക്കായിട്ടൊരു ലൈൻ ഉണ്ടെന്ന് പറഞ്ഞില്ല, അതിനെന്താ? ട്രോപ്പോപാസ്. ഇനി മെസോസ്ഫിയർ എന്താ? മിസോസ്ഫിയർ
എന്ന് വെച്ചാൽ സ്ട്രാറ്റോസ്ഫിയറിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ് മിസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും വേർതിരിക്കുന്നത് സ്ട്രാറ്റോപാസ്. എല്ലാം ഒരു പാസ് ആട്ടോ, സ്ട്രാറ്റോപാസ്. ഭൗമ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്നത് ഈ പാളിയിലാണ്. മിസോസ്ഫിയറിനെ ഉൽക്കാവർഷ പ്രദേശം എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. മിസോസ്ഫിയറിനെ ഉൽക്കാവർഷ പ്രദേശം, അതായത് ദീസ് അറ്റ്മോസ്ഫിയർ ലെയർ എക്സ്റ്റെൻഡ് അബോവ് സ്ട്രാറ്റോസ്ഫിയർ. ദ സ്ട്രാറ്റോപാസ് സെപ്പറേറ്റ് ഫ്രം ദ മിസോസ്ഫിയർ ഫ്രം സ്ട്രാറ്റോസ്ഫിയർ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും എല്ലാ രണ്ടെണ്ണത്തിൻ്റെയും എന്ത് ചെയ്യുന്നു, നടുക്കൊരു ലൈൻ ഉണ്ട് കേട്ടോ. ഇവിടെ എന്താ, സ്ട്രാറ്റോസ്ഫിയർ ആണ്, സ്ട്രാറ്റോപാസ് ആണ് കേട്ടോ. മോസ്റ്റ് ഓഫ് ദ മെട്രോയിഡ്സ് ദാറ്റ് എൻറ്റയർ ദ എർത്ത് അറ്റ്മോസ്ഫിയർ ബേൺ ഡൗൺ ഇൻ ദീസ് ലെയർ എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ഭൗമ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്ന ഉൽക്കകളൊക്കെ ഉണ്ട്, അത് മിക്കതും കത്തിച്ചാരമാകുന്നത് നമ്മുടെ മെസോസ്ഫിയറിൽ വെച്ചാണ് കേട്ടോ. ഇനി തെർമോസ്ഫിയർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്റൻസ് പഠിച്ചാൽ മതി. കുറച്ചുകൂടെ എളുപ്പമുള്ളത് ഞാനൊന്ന് എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ടെസ്റ്റ് നോക്കി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ കേട്ടോ. തെർമോസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെസോസ്ഫിയറിന് തൊട്ടു മുകളിലത്തെ പാളിയാണ്. മിസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും വേർതിരിക്കുന്നത് മെസോപാസ് ആണ്. നിങ്ങൾ ആ ഓർഡറിൽ പഠിക്കാമെങ്കിലേ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. ഈ പാസ് ഏതൊക്കെ പാസ്സാണ്? മെസോപാസ് ആണ്. ഗുരുത്വാകർഷണം ഏറ്റവും കുറവാണ് ഇവിടെ. ഏതാ? തെർമോസ്ഫിയറിൽ ഗുരുത്വാകർഷണം ഏറ്റവും കുറവാണ്. വാർത്താവിനിമയ കൃത്രിമ ഉപകരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സ്ഥിതി ചെയ്യുന്ന മണ്ഡലം നമ്മുടെ അയണോസ്ഫിയർ ആണ്. അതൊക്കെ ഒരു മാർക്കിന് ചോദിക്കും കേട്ടോ. അയണോസ്ഫിയർ കേട്ടോ, ഒരു മാർക്കിന് ചോദിക്കുന്നതാണ് കുഞ്ഞുങ്ങളെ. അതിൻ്റെ ഇംഗ്ലീഷ് നോക്കിയാൽ തെർമോസ്ഫിയർ എന്ന് വെച്ചാൽ ദ തെർമോസ്ഫിയർ ഈസ് ദ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ദാറ്റ് ലൈസ് അബവ് ദ മെസോസ്ഫിയർ. ഗ്രാവിറ്റി ഈസ് ലോ ഇൻ ദീസ് ലെയർ. ഗ്രാവിറ്റി ഏറ്റവും കുറവുള്ളത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തെർമോസ്ഫിയറിലാണ് കേട്ടോ. റേഡിയോ വേവ് ട്രാവൽ ഇൻ ദ അയണോസ്ഫിയർ. റേഡിയോ വേവ് ട്രാവൽസ് ഇൻ ദി ഡാഷ് എവിടെയാണ്? അയണോസ്ഫിയർ. ലാസ്റ്റ് എക്സോസ്ഫിയർ. എക്സോസ്ഫിയർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ അപ്പർ മോസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അത് ഒരു മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് കേട്ടോ. ഇറ്റ് ഈസ് ദ അപ്പർ മോസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ എന്താ, തെർമോസ്ഫിയറിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ പാളിയാണ്. നമ്മുടെ അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ പാളിയാണ് എക്സോസ്ഫിയർ. പിന്നെ ഒരു മാർക്കിൻ്റെ കുറേ ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ എർത്ത്? ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം 6371 കിലോമീറ്റർ അല്ലേ. ഹോട്ട് ഈസ് ദ കോർ ഓഫ് ദ എർത്ത്? ഭൂമിയുടെ കേന്ദ്രഭാഗത്തെ താപനില 5500 ഡിഗ്രിയാണ്. വിച്ച് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ എർത്ത്? ഭൂവൽക്കല്ലെ ക്രസ്റ്റ് ആണ്. ഓസോൺ ദിനാചരണത്തെക്കുറിച്ച് സെപ്റ്റംബർ 16 ഓസോൺ. പിന്നെ ക്രിയേറ്റ് അവയർനെസ് എമംഗ് ദ പീപ്പിൾ അബൌട്ട് ദ നീഡ് ഫോർ ഓസോൺ പ്രൊട്ടക്ഷൻ. ഓസോൺ സംരക്ഷണത്തിൻ്റെ ആവശ്യകത സംബന്ധിച്ച് ജനങ്ങളിൽ ഒരു അവബോധം ഉണ്ടാക്കുക എന്നത് ഒരു പോസ്റ്ററായിട്ടോ അല്ലെങ്കിൽ എന്താ ഓസോണുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചാൽ കേട്ടോ, അങ്ങനെ എഴുതിയാൽ പർപ്പസ് ഓഫ് ഓസോൺ ഡേ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എഴുതാം, പർപ്പസ് കേട്ടോ. അപ്പോൾ ഓസോൺ ദിനം അതൊക്കെ നമ്മുടെ ടെസ്റ്റിലുണ്ട്, എന്നാലും ഞാൻ ഒന്ന് എഴുതിയതേ ഉള്ളൂ. അപ്പോൾ ഈ ടെസ്റ്റിലെ മൊത്തം ക്വസ്റ്റ്യൻ ആൻസറുകളും ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങളത് മനസ്സിലായെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ കേട്ടോ. നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് ഞാൻ ഓരോ ചാപ്റ്ററും ഇടുന്നത് കേട്ടോ. കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ. നിങ്ങൾക്ക് ഈ നോട്ട് എഴുതിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ ആണല്ലോ? നിങ്ങളുടെ കമൻറ്റാണ് ഞാൻ അടുത്ത ചാപ്റ്ററിലേക്ക് പോകുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു.